നമസ്കാരം. ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. മൊബിവിക് എന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ്. ആപ്പ് സ്റ്റോറിൻ്റെ ആഡ് പോളിസി വയലേറ്റ് ചെയ്തതിനാണ് ഈ ആപ്പ് റിമൂവ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ എക്സ്ബോക്സ് സീരീസ് എക്സിൽ ചില പഴയ ഗെയിമുകൾക്ക് HDR അതുപോലെ 120 FPS സപ്പോർട്ട് ലഭിക്കും. AMD Ryzen 4000 സീരീസിൽ വരുന്ന പുതിയ പ്രോസസ്സർ TSMCയുടെ 5nm+ ചിപ്പുമായിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. യൂട്യൂബിൽ ചാപ്റ്റേഴ്സ് എന്ന ഫീച്ചർ വന്നിരിക്കുകയാണ്. ലോങ് വീഡിയോസ് ടോപ്പിക് അനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫീച്ചറാണിത്. ട്വിറ്ററിൽ ട്വിറ്റ് സ്കെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇക്കൊല്ലത്തെ ആപ്പിൾ മാക്ബുക്ക് ARM ബേസ് ചെയ്തിട്ടുള്ള ചിപ്പുമായിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. നോക്കിയ C5 ND, നോക്കിയ C2 ടാവ, നോക്കിയ C2 10N എന്നീ ഫോണുകൾ US ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നോക്കിയ C5 NDയുടെ വില വരുന്നത് ഏകദേശം 12,700 രൂപയും നോക്കിയ C2 ടാവയുടെ വില വരുന്നത് ഏകദേശം 8,300 രൂപയും പിന്നെ നോക്കിയ C2 10Nൻ്റെ വില വരുന്നത് ഏകദേശം 5,200 രൂപയുമാണ്. സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി ബുക്ക് S 2020 എന്ന ലാപ്ടോപ്പ് UK ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 13.3 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ടാണ് ഈ ലാപ്ടോപ്പ് വരുന്നത്. ഇൻ്റലിൻ്റെ ലൈക്ക് ഫീൽഡ് ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 8GB റാമും 512GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഏകദേശം 17 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഇതിൽ നമുക്ക് ലഭിക്കും. ഇതിൻ്റെ വില വരുന്നത് 999 യൂറോസാണ്, അതായത് ഏകദേശം 84,000 രൂപ. LG Phoenix 5 എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. 5 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 425 എന്നുള്ള പ്രോസസ്സർ വരും. പിന്നെ 2GB റാമും 16GB ഇൻറ്റേർണലുമായിരിക്കും വരിക. ഫോണിൻ്റെ പിന്നിൽ 8 മെഗാപിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. ആൻഡ്രോയിഡ് 7 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്വാൾകോമിൻ്റെ ഫാസ്റ്റ് കണക്ട് 6900ഉം ഫാസ്റ്റ് കണക്ട് 6700ഉം റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 6 GHz Wi-Fi 6E സപ്പോർട്ട് ചെയ്യും. പിന്നെ ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. റെഡ്മി നോട്ട് 9 Pro Maxൻ്റെ അടുത്ത സെയിൽ ജൂൺ 3 നടക്കും. ആമസോൺ വഴിയും അതുപോലെ mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. OnePlus 8ൻ്റെ സെയിൽ ജൂൺ 4 ഉച്ചക്ക് 12 മണിക്ക് നടക്കും. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4300 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 41,999 രൂപയാണ്. ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത് ആമസോൺ വഴിയാണ്. ഹോണർ 30 സീരീസ് റഷ്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹോണർ 30 സീരീസിൽ വരുന്ന ഹോണർ 30യും അതുപോലെ ഹോണർ 30 Pro Plusമാണ് ഇപ്പോൾ റഷ്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കിരീൻ 990 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. ഓപ്പോ അവരുടെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള ColorOS 7ൻ്റെ ഇന്ത്യയിലെ അപ്ഡേറ്റ് പ്ലാൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഓപ്പോ Find X, ഓപ്പോ F11, F11 Pro, K3, A9 പിന്നെ ഓപ്പോ റെനോ സീരീസിൽ വരുന്ന ഫോണുകൾക്കൊക്കെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ജൂൺ മാസത്തിൽ ഓപ്പോ F9, F9 Pro, F7, A5 2020, A9 2020 എന്നീ ഫോണുകൾക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കും. പിന്നെ ജൂലൈ മാസത്തിൽ ഓപ്പോ F15, R15 Pro എന്നീ ഫോണുകൾക്കും ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കും. നോക്കിയയുടെ 43 ഇഞ്ചിൻ്റെ സ്മാർട്ട് TV ജൂൺ 4 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഹോണർ പ്ലേ 4 Pro എന്ന ഫോൺ കിരീൻ 990 എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. ഈ ഫോൺ ജൂൺ 3 ചൈനയിൽ ലോഞ്ച് ചെയ്യും. ഓപ്പോ റെനോ 4 സീരീസ് ജൂൺ 5 ചൈനയിൽ ലോഞ്ച് എന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്. ഓപ്പോ റെനോ 4 സീരീസിൽ 2 ഫോണുകളായിരിക്കും വരിക. ഓപ്പോ റെനോ 4ഉം പിന്നെ ഓപ്പോ റെനോ 4 Proയും. 2 ഫോണുകളും സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക. ഓപ്പോ അവരുടെ സ്വന്തം പ്രോസസ്സർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് UniSoC, MediaTek പോലുള്ള ചിപ്പ് പ്രൊഡ്യൂസേഴ്സിൻ്റെ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. സാംസങ്ങിൻ്റെ ഇനി വരാൻ പോകുന്ന സാംസങ് M51 അതുപോലെ M31s എന്നീ ഫോണുകളിൽ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുമെന്നാണ് റിപ്പോർട്ട്. ഇത് സാംസങ്ങിൻ്റെ ISOCELL Bright GW1ൻ്റെ സെൻസറായിരിക്കും. പിന്നെ സാംസങ് A51 എന്നുള്ള ഫോണിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ഫോണായിരിക്കും സാംസങ് M51 എന്നും റിപ്പോർട്ടുണ്ട്. സാംസങ് അവരുടെ ഫോണുകളിൽ റിമൂവബിൾ ബാറ്ററി വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. റിയൽമി ബഡ്സ് Q എന്ന ട്രൂ വയർലെസ് ഇയർബഡ്സ് അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഇന്ത്യയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ടീസ് ചെയ്തിരിക്കുകയാണ്. റിയൽമി ബഡ്സ് Qൻ്റെ വില 2,000 രൂപയ്ക്ക് താഴെയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇൻഫിനിക്സ് ഹോട്ട് 9 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻഫിനിക്സ് ഹോട്ട് 9 സീരീസിൽ 2 ഫോണുകളാണ് വരുന്നത്. ഇൻഫിനിക്സ് ഹോട്ട് 9ഉം പിന്നെ ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയും.
രണ്ട് ഫോണുകളും വരുന്നത് 6.6 ഇഞ്ചിൻ്റെ HD+ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 4 GB റാമും 64 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫിനിക്സ് ഹോട്ട് 9 Pro വരുന്നത് 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടും ഇൻഫിനിക്സ് ഹോട്ട് 9 വരുന്നത് 13 MP ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടാണ്. പിന്നെ ഇൻഫിനിക്സ് ഹോട്ട് 9ൻ്റെ വില വരുന്നത് 8499 രൂപയും ഇൻഫിനിക്സ് ഹോട്ട് 9 Proയുടെ വില വരുന്നത് 9499 രൂപയുമാണ്. iQOO 3 എന്ന ഫോണിന് പുതിയ ഓഫർ വന്നിരിക്കുകയാണ്. ICICIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന് നമുക്ക് 3000 രൂപയുടെ ഓഫ് ലഭിക്കും. 34,990 രൂപയ്ക്ക് വരുന്ന ഈ ഫോൺ നമുക്ക് 31,990 രൂപയ്ക്ക് മേടിക്കാവുന്നതാണ്. OnePlus Z എന്നുള്ള ഫോണിൻ്റെ പുതിയ ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഈ ഒരു ഫോണിൻ്റെ കൂടെ സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്ന ഇമേജാണ് ലീക്കായിരിക്കുന്നത്. Realme X3 എന്നുള്ള ഫോൺ വരുമെന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്. Realme X3 അതുപോലെ Realme X3 സൂപ്പർ സൂം എന്നീ ഫോണുകൾക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയെന്നുള്ള കാര്യം മുകുൽ ശർമ്മ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷവോമി കുറച്ച് ദിവസമായിട്ട് ഇന്ത്യയിൽ പുതിയൊരു ലാപ്ടോപ്പിൻ്റെ ലോഞ്ച് ടീസ് ചെയ്യുന്നുണ്ട്. ഇത് MIയുടെ ലാപ്ടോപ്പ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ ഒരു ലാപ്ടോപ്പ് ഗെയിമേഴ്സിനെയും സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സിനെയും ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് അത്ര കുറഞ്ഞ പ്രൈസ് റേഞ്ചിലായിരിക്കില്ല വരിക എന്നാണ് റിപ്പോർട്ട്.